രേവതി അടുക്കളയിൽ നല്ല ജോലിയായിരിക്കും. ഈ സമയത്ത് രേവതിക്ക് ഒരു കോൾ വരുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ തന്നെ അത്യാവശ്യമായിട്ട് കുറച്ച് പൂക്കൾ വേണമെന്ന് പറയാണ്. രേവതി പറയുന്നുണ്ട്, ചേച്ചി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് മതി ചോദിക്കുമ്പം അയ്യോ പറ്റില്ല, ഇപ്പോൾ തന്നെ വേണമെന്ന് പറയാണ്. അങ്ങനെ രേവതി പോയിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ 50 മുഴം മുല്ലപ്പൂവാണ് ചോദിച്ചിരിക്കുന്നത്, അമ്പലത്തിലേക്ക് എങ്ങാണ്ടാ ഇപ്പൊ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. സച്ചിയോടൊന്ന് പോവാൻ ചോദിക്കുമ്പം അയ്യോ രേവതി എനിക്ക് സമയമില്ല, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാൻ പോവാ, എനിക്കൊരു ഓട്ടം വന്നൊന്ന് പറയാണ്. അല്ല നീ കൊണ്ടുപോയി കൊടുക്കുന്ന് പറയുമ്പം അത് പിന്നെ ഞാൻ ബാക്കിയെല്ലാം ചെയ്തു, ദോശയും കൂടി ചുടണം, സമയം ഇത്രയല്ലേ ആയുള്ളൂ ഓർത്താ ഞാൻ നിന്നത്. 9 മണിയാകുമ്പോഴേക്കും ഫുൾ ഫിനിഷ് ആയനെ, ഇപ്പൊ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാണ്. നീ ഒന്ന് നോക്കണ്ട, ഇവിടെ അമ്മയും ബാക്കി 2 പേരും ഉണ്ടല്ലോ, ദോശ ഇടാൻ ഇത്രമാത്രം പാടുന്നില്ല, നീ പോവാൻ നോക്ക് എന്ന് പറയാണ്. അങ്ങനെ രേവതി ആ പൂവൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം അവിടുന്ന് പോവാനായിട്ട് റെഡിയാവാണ്. രേവതി ചന്ദ്ര ചോദിക്കാണ്, അല്ല നീ എങ്ങോട്ടാ പോണേ? അമ്മേ എനിക്ക് അത്യാവശ്യമായിട്ട് 50 മുഴം പൂവിന്റെ ഓർഡർ വന്നു, ഞാൻ കൊണ്ട് കൊടുത്തിട്ട് വരാമെന്ന് പറയാണ്. നീ സമയം കണ്ടോ, 8:15, 9 മണിയാകുമ്പം ശ്രുതിക്കും ശ്രീകാന്തിനും ഒക്കെ ജോലിക്ക് പോകേണ്ടതാ, നീ അടുക്കളയില് പാചകം തീർക്കാതെ പോയ പിന്നെ ആര് ചെയ്യുമെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ ദോശ കൂടി മാത്രം ചുട്ടാ മതി, അമ്മയാണെങ്കിലും അവർക്കൊന്ന് ചുട്ടുകൊടുക്ക്, ഞാനിത് കൊടുത്തിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട്. ആഹാ നീയാള് കൊള്ളാലോടി, ഞാനാരാ നിന്റെ വേലക്കാരിയോ, നീ പറഞ്ഞതുപോലെ ചെയ്യാനായിട്ട്? അതൊന്നും പറ്റില്ല, മര്യാദയ്ക്ക് ദോശയിട്ട് അവർക്ക് വിളമ്പി കൊടുത്തിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് സച്ചി ഇറങ്ങി വരികയാണ്. എനിക്കറിയായിരുന്നു നീ പോകാൻ ഇറങ്ങുമ്പം എന്റെ അമ്മ ഇമ്മാതിരി ഓരോ വർത്താനമായിട്ട് വരുമെന്ന്, ഇപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ്. അല്ല സച്ചിയേട്ടാ, ഞാൻ ദോശ കൂടി മാത്രം ചുട്ടാ മതി, അത് ഞാൻ അമ്മയോട് പറയായിരുന്നു, ഇവിടെ ഒരു 3 പേരും ഉണ്ടല്ലോ, ആരെങ്കിലും ഒന്ന് ചുട്ടാ പോരെ, ബാക്കിയെല്ലാം ഞാൻ സാമ്പാറും ചമ്മന്തിയും ഉച്ചയ്ക്ക് തന്നെ ഉള്ളതും എല്ലാം റെഡിയാക്കി, ബാക്കി അടുക്കള എല്ലാം ക്ലീൻ ചെയ്തു, ഇനി ആ ഒരു പണി കൂടി മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ ആരാടാ നിന്റെ ഭാര്യയുടെ വേലക്കാരിയോ, അവൾ എന്നോട് പറയുന്നു ആ ദോശ ഇടാനായിട്ട്. അപ്പോഴേക്കും സച്ചി ചോദിക്കാന്, പിന്നെ രേവതി ആരാ, അമ്മയുടെ വേലക്കാരിയാണെന്ന് അമ്മ കരുതിയോ? അങ്ങനെയെങ്കിലേ അമ്മക്ക് തെറ്റി, ഞാൻ അമ്മ പ്രസവിച്ച അമ്മയുടെ മകൻ തന്നെയാ, എന്റെ ഭാര്യ രേവതി, അതായത് ഈ വീട്ടിലെ മരുമകള്, അല്ലാതെ അമ്മയുടെ വേലക്കാരിയൊന്നുമില്ല, അതമ്മ ഓർത്താക്കൊള്ളാം. രേവതി നീ ഒന്ന് മൈൻഡ് ചെയ്യടാ, വിശപ്പുള്ളവരെ വേണമെങ്കിൽ ഉണ്ടാക്കി തന്നോളും, നീ ഇങ്ങോട്ട് ഇറങ്ങുന്നു പറഞ്ഞിട്ട് അവളുടെ കയ്യെ പിടിച്ചുകൊണ്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്ത് പറഞ്ഞാലും ഓടി അവൻ വന്നോളും അവളെ രക്ഷിക്കാനായിട്ട്, ഇനിയിപ്പൊ ഇതൊക്കെ ആരുണ്ടാക്കൂന്ന എന്ന് ഓർക്കാണ്. അപ്പോഴേക്ക് രവീന്ദ്രൻ വന്ന് പറയുന്നുണ്ട്, അതെ നീ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതിയില്ലേ, രേവതിയുടെ വരുന്നതിന് മുമ്പ് ഈ വീട്ടില് എല്ലാവരും ആഹാരം കഴിച്ച് എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്നെല്ലാം നീ കാരണല്ലേ, നീയല്ലേ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, പിന്നിപ്പോ മരുമകൾ വന്നപ്പോ മാത്രം നീ വലിയ മുതലാളിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, മര്യാദയ്ക്ക് പോയിട്ട് ജോലി ചെയ്യാൻ നോക്ക്, അവള് ബാക്കിയെല്ലാം തീർത്തെന്നൊക്കെ എനിക്കറിയാം, അവൾ എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്നും എന്തൊക്കെ ജോലികൾ ഇവിടെ ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് മര്യാദയ്ക്ക് നീ ഇരുന്ന് അത് മാത്രം ചെയ്ത് തീർത്തിട്ട് പോ എന്ന് പറയാണ്. അങ്ങനെ ചന്ദ്ര ഓർക്കാണ്, ഓ ഈ നാശം പിടിച്ചോളൂ കാരണം എന്നിവിടെ ഓരോരോ പ്രശ്നങ്ങളാ എന്നും പറഞ്ഞ് അടുക്കളയിൽ പോയിട്ട് ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രേവതി പൂവൊക്കെ കൊടുത്തിട്ട് തിരികെ വരുമ്പോഴേക്കും ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അച്ഛനും വർഷയും ശ്രുതിയും ശ്രീകാന്തും എല്ലാവരും ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ചന്ദ്ര സഹിതം കഴിക്കാണ് കേട്ടോ. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ചേച്ചി സാമ്പാറും ചമ്മന്തിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറയാണ്. അല്ല ചേച്ചി കഴിക്കുന്നില്ലേ? കഴിക്കണം വർഷേ, ഞാൻ അത്യാവശ്യമായിട്ട് ഒരു പൂ എടുക്കാനായിട്ട് പോയതാ, ഇനിയിപ്പോ കഴിച്ചിട്ട് പോണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ കൂടെ കസേര വലിച്ചിട്ട് ഇരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ചന്ദ്ര പറയാണ്, അല്ല നീ എങ്ങോട്ടിരിക്കാൻ പോവാ? അത് പിന്നെ അമ്മയെ കഴിക്കാന് എനിക്ക് സമയം പോയി, ഞാൻ കഴിക്കാനായിട്ട് വന്നാന്ന് പറയുന്നുണ്ട്. വേണ്ട നീ ഇപ്പൊ ഇവിടുന്ന് കഴിക്കണ്ട, ഇവർക്കെല്ലാം വിളമ്പി കൊടുക്കണ്ടേന്ന് ചോദിക്കാണ്. രവി ചോദിക്കുന്നുണ്ട്, അതിന്റെ ചന്ദ്രേ ഇവർക്കാർക്കും കയ്യില്ലേ, രേവതി വരുന്ന ഇത്രയും സമയം ഇവരെല്ലാം വിളമ്പിത്തന്നല്ലേ കഴിച്ചത്, പിന്നെ അവർക്കുള്ള വിളമ്പിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, മര്യാദയ്ക്ക് നീ നിന്റെ നാക്കടക്കി വെച്ചോ, കുറച്ച് നീ ഓവറാവുന്നുണ്ട്, രേവതിനെ നീ അങ്ങ് കൂടുതൽ ഒരു ഇതാക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ വഴക്ക് പറയാണ്. ഈ സമയത്ത് വർഷ പറയുന്നുണ്ട്, ആന്റി ഇതൊക്കെ പണ്ടത്തെ സീരിയലിലും സിനിമയിലൊക്കെ കണ്ടുള്ള കാര്യമാണ്, അമ്മായിമ്മ സ്ത്രീധനം കുറച്ചു കൊണ്ടുവന്ന പേരില് മരുമോളിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നതൊക്കെ, അതൊക്കെ ഇപ്പോൾ ആരും അനുവദിച്ചു കൊടുക്കില്ല, രേവതി ചേച്ചി ആയതുകൊണ്ടാ ആന്റിയുടെ പേരില് കേസ് കൊടുക്കാത്തത്, ഞാനെങ്ങാണമായിരുന്നെങ്കിലേ സ്ത്രീധന പീഡനമാണെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തവരെ ആന്റി അകത്തായെന്ന് പറയുന്നുണ്ട്. രേവതി ചേച്ചി ഇനി ഈ ആന്റി ഇങ്ങനെ പ്രശ്നം തുടങ്ങുവാണല്ലേ എന്നോട് പറഞ്ഞാൽ മതി, എനിക്കറിയുന്ന വക്കീലുണ്ട്, ഞാൻ പറഞ്ഞ് അപ്പൊ തന്നെ ഈ അമ്മായിമ്മനെ പിടിച്ച് ജയിലിലാക്കാം എന്ന് പറഞ്ഞ് ചിരിക്കാണ്. ഓ ഇവള് ഒരുത്തി കാശുള്ളതുകൊണ്ട് മാത്രം വിട്ടുവെക്കുവോ ഞാൻ എന്ന് ചന്ദ്രൻ മുറുമുറുത്തോണ്ടിരിക്കുന്നുണ്ട്. ചേച്ചി ഇവിടുന്ന് കഴിക്കേച്ചി, ഇവിടെ എല്ലാവർക്കും കയ്യും കാലും ഒക്കെ ഉണ്ട്, വേണ്ടവരൊക്കെ വിളമ്പി കഴിച്ചോളും, അല്ലാത്തവരെ കഴിക്കാതെ എണീറ്റ് പോട്ടെ എന്ന് വർഷ പറയുന്നുണ്ട്. ശ്രുതിയും പരസ്പരം മുഖത്തോട് നോക്കിയിട്ട് മിണ്ടാതെ ഒന്ന് കഴിക്കാണ്.
അങ്ങനെ കഴിച്ചിട്ട് അവരും അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി ആണെങ്കിൽ എല്ലാവരെയും പാത്രമൊക്കെ എടുക്കാണ്. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, ശ്രുതി വർഷ ശ്രീകാന്ത് എല്ലാവരും ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്നുണ്ട്. എന്താ അച്ഛാ എന്ന് ചോദിക്കാണ്. അല്ല, നിങ്ങളിപ്പോ സ്വന്തം കൈകൊണ്ടല്ലേ വാരി കഴിച്ചേ എന്ന് ചോദിക്കാണ്. അതെ. എന്താ അച്ഛാ അങ്ങനെ ചോദിച്ചേ? അല്ല, നിങ്ങളുടെ ഈ എച്ച് പ്ലേറ്റ് കഴുകാൻ ഇനി രേവതി പറഞ്ഞ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ചാടി എഴുന്നേക്കുന്നുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞേ? പിന്നെ അവളില്ലാതെ വേറെ ആര് കഴുകണം? ശ്രുതിയും വർഷയൊക്കെ എത്ര വലിയ വീട്ടിൽ വന്ന പെൺകുട്ടികളാണെന്നറിയാവോ? അവരെ അങ്ങനെ ചെയ്യിക്കാൻ പാടില്ല. അതെന്താ? അവരവരുടെ കഴിച്ച പാത്രം കഴിയാല് അവരുടെ കയ്യിലെ വളവല്ല ഒരുപ്പുവോ, അതോ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുവോ എന്ന് രവി ചോദിക്കാണ്. അല്ല, അപ്പൊ വർഷയും ശ്രുതിയോ ശ്രീകാന്തും ശ്രുതിയോ അവരും പാത്രം കഴിയണമെന്നാണോ രവിയേട്ടൻ പറയുന്നേ? എന്താ അവര് പാത്രം കഴിയൽ എന്താ കുഴപ്പം? നിന്റെ മകനെ ഒരു ഷെഫാണ്, അവനാ അവിടുത്തെ പാചകം ചെയ്യുന്നത്. അത് എത്ര പേര് കഴിക്കുന്നുണ്ട് അല്ലേടാ? നീയുടെ പാത്രം വീട്ടിലും ചോദിക്കാണ് ഉണ്ടച്ച എന്ന് പറയുന്നുണ്ട്. എന്നാലേ ഇന്നു മുതൽ എല്ലാവരും സ്വന്തമായി കഴിച്ച പാത്രം കഴിക്കണം. രേവതി പറയാണ്, സാറിലച്ച ഞാൻ കഴുകിക്കോളാം, മിണ്ടിപ്പോകരുത്. നീ ഒറ്റൊരുത്തിയാണ് ഇവരെല്ലാവരും ഇങ്ങനെ വഷളാക്കുന്നത്. നീ ഇവരെ പോലെ തന്നെ ജോലി അതങ്ങ് ഇറങ്ങിപ്പോയാലേ എല്ലാവരും മേളതൊക്കെ തന്നെ ചെയ്തോളൂ. നിന്റെ എപ്പോഴും ചിലക്കുന്ന ഈ അമ്മായിമ്മയുണ്ടല്ലോ, അവളും തന്നെ അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. വർഷയും ശ്രീകാന്തും പറയാണ്, ഞങ്ങൾ കഴിക്കോളാച്ച, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ ഇച്ചിരി പാത്രം കഴുകുന്നത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ കഴുകുന്ന എന്റെ അഭിപ്രായം എന്നും പറഞ്ഞിട്ട് ശ്രീകാന്തും വർഷയും കൂടെ പ്ലേറ്റും കൂടെ അടുക്കളയിലേക്ക് പോവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, വർഷേ എത്രയല്ലേ വീട്ടിലെ പെങ്കൊച്ച, ആ കൊച്ചിനെ കൊണ്ടാണോ പാത്രം കഴിക്കുന്നത്? അതെ, വേറെ ആരും കഴിച്ച പാത്രമല്ലോ, അവള് സ്വന്തമായി കഴിച്ച പാത്രം. അത് അവക്ക് വിഷയമില്ലെങ്കിൽ പിന്നെ നിനക്കെന്ന് ചന്ദ്രയെ കുഴപ്പം എന്ന് ചോദിക്കാണ്. ശ്രുതി പറയാണ്, ശ്രുതി നിന്റെ പാത്രം എങ്ങനെയാ, ഞാൻ കഴുകിക്കോളാം. ഇന്നാ ശ്രുതി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴേക്കും രവി പറയാണ്, ഞാൻ പറഞ്ഞതേ എല്ലാവരും സ്വന്തമായിട്ട് അവനെ പാത്രം കഴുകാനാ, അതിനിപ്പം വേറെ ആരും വരണ്ട എന്ന് പറയുന്നുണ്ട്. ശ്രുതിയും കൂടി പാത്രം കഴുകാനായിട്ട് പോവാണ്. ബാക്കിയെല്ലാം രേവതി പറക്കിക്കൊണ്ട് വെക്കുന്നുണ്ട്. ചന്ദ്ര ചോദിക്കാണ്, നിനക്ക് സമാധാനം ആയില്ലോടി? ഇതാണല്ലോ നിന്റെയും ആവശ്യം. നീ കണ്ടോ, നീ ഇനി ഇവിടെ കിടന്ന് അനുഭവിക്കാൻ പോവാ. നിന്നെ അങ്ങനെ സുഖമായിട്ട് വാഴിക്കുമെന്ന് നീ കണക്കാക്കണ്ട. നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പടിയിറങ്ങി പോവും, എന്റെ ശല്യം സഹിക്കാതെ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയാണ്, സച്ചിയേട്ടന്റെ അമ്മയായതുകൊണ്ടും ഈ ഇരിക്കുന്ന അച്ഛന്റെ ഭാര്യ കൊണ്ട് മാത്രമാണ് എന്റെ വായിന് അമ്മ ഒന്നും കേൾക്കാത്തത്. അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള മറുപടി പറയാനൊക്കെ എനിക്കറിയാമെന്നും പറയുന്നുണ്ട്. എന്താടി നീ എന്നെ പറയുമോ? എങ്കിൽ പറയടി. എങ്കിലേ ഞാൻ ഇന്ന് പറയാം, നീ ഇന്ന് ജോലിക്ക് പോവണ്ട. എനിക്ക് ഇന്ന് പായസം വേണം, അതിന്റെ കൂട്ടത്തില് കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയോ, നീ ഇനി ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് പലതവണ പറഞ്ഞു കഴിഞ്ഞു, എനിക്കും സച്ചിയേട്ടനും ഈ ഇരിക്കുന്ന അച്ഛനും വേണ്ടി മാത്രം ഫുഡ് ഉണ്ടാക്കിയാൽ മതിയെന്ന്. എന്നിട്ടും പറഞ്ഞത് കേൾക്കാതെ ഞാനാണ് എല്ലാവർക്കും ഇവിടെ വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അമ്മ പറഞ്ഞത് കേൾക്കാൻ എനിക്കിന്ന് സൗകര്യമില്ല. എനിക്കിന്നെ പൂ വിൽക്കാൻ പോണം. അത് മാത്രമല്ല, അമ്മയ്ക്ക് ബിരിയാണിയും പായസം ഉണ്ടാക്കണമെങ്കിലേ അമ്മ തന്നെത്താൻ ഉണ്ടാക്കി കഴിച്ചോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് പ്രിയപ്പെട്ട മരുമക്കളും മക്കളൊക്കെ ഉണ്ടല്ലോ, അവരോട് പറഞ്ഞാൽ മതി, അവർ ചെയ്തു തരും. എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ അച്ഛാ, ഞാനൊരു കാര്യം പറയാണ്, ഇന്ന് വൈകിട്ട് തൊട്ട് ഞാൻ എനിക്കും സച്ചേട്ടനും അച്ഛനും മാത്രമുള്ള ഫുഡ് ഉണ്ടാക്കുള്ളൂ. ബാക്കി ആർക്കും ഫുഡ് ഉണ്ടാക്കി തീരിക്കണമെന്നൊന്നും എനിക്ക് തലയെഴുത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് രേവതി കിടന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. രവി ആണെങ്കിലോ കുടിഞ്ഞിരുന്ന് ചിരിക്കാണ്. ചിരിച്ചോ, ആ അഹങ്കാരി പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഞാനിന്ന് പോകണമെന്ന് പറഞ്ഞിട്ടും അവൾ ഇറങ്ങിപ്പോയത് കണ്ടോ? എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ടും അവൾ പറഞ്ഞു കേട്ടില്ലേ വേണമെങ്കിൽ ഉണ്ടാക്കി തിന്നാനായിട്ട്. വൈകിട്ട് അവളൊന്നും ചെയ്യില്ല പോലും. ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് വരട്ടെ, അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, അവളെ കൊണ്ട് ചെയ്യിക്കാനൊക്കെ എനിക്കറിയാം എന്നും ചന്ദ്ര പറയുന്നുണ്ട്. വർഷയും ശ്രീകാന്തും അങ്കിളെ ആന്റി പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് അവരും പോവാണ്. ശ്രുതിയും പോകുന്നുണ്ട്. പോയിട്ട് ആ മക്കളെന്നും പറഞ്ഞിട്ട് ചന്ദ്ര സ്നേഹത്തോടെ അവരെ പറഞ്ഞയക്കുകയും ചെയ്യാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ പ്രസവിച്ചതാ ഈ 3 ആമക്കളെ, എന്നിട്ട് നീ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് കഷ്ടമാണ് ചന്ദ്രേ. അവനെ നീ അതുപോലെ എന്നെ സ്നേഹിച്ച് രേവതിയെ സ്നേഹിക്കായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ വീടൊരു സ്വർഗമായിരുന്നേനെ. 3 മരുമക്കളും കൂടി ഒരുമിച്ച് രാവിലെ എഴുന്നിട്ട് പാചകമൊക്കെ ചെയ്ത് 3 പേരും ഒരുപോലെ പോവായിരുന്നെങ്കിൽ ഈ വീട്ടിൽ എന്തൊരു സന്തോഷമായിരുന്നു എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയാണ്, അങ്ങനെ അവളെ കയറ്റി ഇരുത്തിയിട്ടുള്ള സന്തോഷമൊന്നും എനിക്ക് വേണ്ട. അവളെ ഞാൻ ഒരിക്കലും സ്നേഹിക്കത്തുമില്ല. ഒന്നുമില്ലാതെ വലിഞ്ഞു കയറി വന്നവൾ, അവളെ വേണോ ഞാൻ സ്നേഹിക്കാനെന്ന് ചോദിക്കുമ്പം രവീന്ദ്രൻ പറയാണ്, അങ്ങനെയെങ്കിലേ നിന്നെ സ്നേഹിക്കേണ്ട കാര്യം എനിക്കും ഇല്ലല്ലോ. നീ എപ്പോഴും പറയുന്ന ഈ വീട് മാത്രം കൊണ്ടല്ലേ നീ വന്നത്, വേറെ എന്തെങ്കിലും നീ കൊണ്ടുവന്നോ എന്ന് ചോദിക്കാണ്. പിന്നെ എന്റെ അമ്മ നിന്നെ സ്നേഹിച്ചില്ലേ,
നിന്റെ സ്വഭാവം കാരണമാ അമ്മ ഇപ്പോഴും ദേഷ്യപ്പെടുന്നത്. നിന്റെ ഈ ആക്രാന്തവും കാശിനോടുള്ള ഈ അത്യാർത്ഥിയും കണ്ടുകൊണ്ട് എന്നൊക്കെ രവി പറയുന്നുണ്ട്. എന്തായാലും രേവതി മോള് ഇനിയൊന്നും ഉണ്ടാക്കില്ലെന്നാ പറഞ്ഞേക്കുന്നേ. നീ തന്നെ നിന്റെ മക്കൾക്കും മരുമക്കൾക്കും വെച്ച് വിളമ്പി കൊടുത്തോ. എനിക്കുള്ള എന്തായാലും രേവതി ഉണ്ടാക്കി തന്നോളും എന്നും പറഞ്ഞ് രവി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. ചന്ദ്ര പറയുന്നുണ്ട്, നീ രാത്രി ഇങ്ങോട്ടേക്ക് വാടി, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയും അവിടെ ഇങ്ങനെ ഉറച്ച തീരുമാനമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ.